തെറിവാക്ക് എന്ന് പറയുന്നത് പിന്നെ സാഹിത്യത്തിൽ അഭിവാജ്യ ഘടകമാണെന്നുള്ള ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ പിന്നെ സഭ്യമായ അല്ലെങ്കിൽ ആളുകൾക്ക് എപ്പോഴും ഇമ്പം പകരുന്ന രീതിയിലുള്ള സംബോധനകളൊന്നുമല്ല. ഭാഷയും സാഹിത്യമൊക്കെ ആർജവമാണെങ്കിൽ പിന്നെ അരിശം വരുമ്പോൾ അതിനനുസരിച്ചുള്ള വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ തെറിവാക്കുകളൊക്കെ ദേഷ്യം വരുന്നവർ പറയുന്ന തെറിവാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമൊന്നുമില്ലെങ്കിലും അവൻ്റെ മനസ്സിലുള്ള വികാരത്തെ മുഴുവനും ഒരുമിച്ച് കക്കിയിടാൻ വിസർജിക്കാൻ പോകുന്നതാണ് പല തെറിവാക്കുകളും. അതുകൊണ്ട് ഈ ആധുനിക കവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ വാച്യത്തിനും വ്യംഗ്യത്തിനൊന്നും അല്ല അർത്ഥം, ധ്വനിക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ കവിത ഈ തെറിവാക്കെന്നൊക്കെ പറഞ്ഞ് ഒരു കവിതയേക്കാളും പലപ്പോഴും ഭാവസാന്ദ്രമാകുന്നത് നമുക്ക് സാഹിത്യത്തിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാം. നമ്മുടെ മനസ്സിലുള്ള ഒരു പിന്നെ പറയാൻ പറ്റാത്ത ഭാവത്തെയൊക്കെ ക്രോധത്തെയൊക്കെ നമ്മൾ ഒരു തെറിവാക്ക് കൊണ്ട് പിന്നെ അവരുടെ മുമ്പിൽ കുടഞ്ഞിടും. അപ്പോൾ ഈ തെറിവാക്കൊക്കെ സാഹിത്യത്തിൽ വേണ്ടതാണ് എന്നുള്ള പക്ഷക്കാരനും കൂടെയാണ് ഞാൻ.